നമ്മൾ ഇന്ന് പൈത്തണിലെ ട്യൂപ്പിൾ, സെറ്റ്സ് എന്നീ ഡേറ്റ ടൈപ്സിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് നമുക്ക് ട്യൂപ്പിൾ എന്താണെന്ന് നോക്കാം. ട്യൂപ്പിളും ലിസ്റ്റ് പോലെ തന്നെയാണ്. നമുക്ക് ഒന്നിൽ കൂടുതൽ വാല്യൂസ് ട്യൂപ്പിളിൽ സ്റ്റോർ ചെയ്യാൻ സാധിക്കും. പക്ഷെ ഒരു വ്യത്യാസം, ലിസ്റ്റ് ആണെങ്കിൽ മ്യൂട്ടബിൾ ആയിരുന്നു, കാരണം നമുക്ക് വാല്യൂസ് എപ്പോൾ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാമായിരുന്നു. പക്ഷേ ഇവിടെ ട്യൂപ്പിള് നമുക്ക് അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വാല്യൂസ് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതല്ല. നമുക്കൊന്ന് നോക്കാം ഇതിൻ്റെ വർക്കിംഗ്. ഞാൻ മൈ ട്യൂബ് എന്നൊരു ട്യൂപ്പിൾ ക്രിയേറ്റ് ചെയ്യുവാണ്. ലിസ്റ്റ് നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടാണ് ക്രിയേറ്റ് ചെയ്തത്. ട്യൂപ്പിളാണെങ്കിലോ റൗണ്ട് ബ്രാക്കറ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് സ്ട്രിങ്സ് ആഡ് ചെയ്യാൻ പോവാണ്. ലിസ്റ്റ് ചെയ്തതുപോലെ തന്നെ ഞാൻ കുറച്ച് വെജിറ്റബിൾസ് ആഡ് ചെയ്യുവാണ്. ക്യാരറ്റ്. ഇനി നമുക്കിതൊന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. റൺ ചെയ്യുവാണ്. നമുക്ക് ക്യാരറ്റ്, ടൊമാറ്റോ, പൊട്ടറ്റോ ഔട്ട്പുട്ട് കിട്ടി. ഇനി ഞാൻ ഈ ട്യൂപ്പിളിലെ ഒരു ഐറ്റം ആക്സസ് ചെയ്യാൻ പോവാണ്. അത് ലിസ്റ്റിലെ പോലെ തന്നെയാണ്. എനിക്കിപ്പോൾ ഫസ്റ്റ് പൊസിഷനിലെ ഐറ്റം വേണമെങ്കിൽ സ്ക്വയർ ബ്രാക്കറ്റ്സിൽ തന്നെയാണ് ഇടുന്നത്. ലിസ്റ്റിലെ പോലെ തന്നെ സ്ക്വയർ ബ്രാക്കറ്റിൽ ഫസ്റ്റ് ഐറ്റം പ്രിൻ്റ് ചെയ്യാം. റൺ ചെയ്യുവാണ്. കണ്ടോ, ടൊമാറ്റോ കിട്ടി. 0, 1 ടൊമാറ്റോ ഫസ്റ്റ് പൊസിഷനിലാണ്. ഇനി ഞാൻ പറഞ്ഞു ട്യൂപ്പിള് നമുക്ക് വാല്യൂസ് വൺസ് അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. ഇത് ഇമ്മ്യൂട്ടബിൾ ആണ്. ലിസ്റ്റിലായിരുന്നെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഇപ്പം ഞാൻ ഇതൊന്ന് ചേഞ്ച് ചെയ്യാൻ നോക്കുവാണ്. മൈ ട്യൂബ് സെക്കൻഡ് പൊസിഷനിലെ ഐറ്റം ഞാൻ വേറൊരു ഐറ്റമായിട്ട് ചേഞ്ച് ചെയ്യുവാണ്. ജിഞ്ചറായിട്ട് ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുവാണ്. നമുക്കിനി ഒന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. കണ്ടോ, ട്യൂപ്പിൾ ഡസ് നോട്ട് സപ്പോർട്ട് ഐറ്റം അസൈൻമെൻറ്റ്. അതായത് നമുക്ക് വൺസ് അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വാല്യൂസ് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ട്യൂപ്പിൾ ഇസ് ഇമ്മ്യൂട്ടബിൾ. അപ്പോൾ എപ്പോഴാണ് ട്യൂപ്പിൾ ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചാൽ, നമുക്ക് ചില പ്രോജക്ട്സിൽ പല ഐറ്റംസ് സ്റ്റോർ ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷേ ഐറ്റംസ് ഒന്നും ചേഞ്ച് ചെയ്യാൻ പാടില്ല താനും. അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് നമ്മൾ ട്യൂപ്പിൾ യൂസ് ചെയ്യുന്നത്. ട്യൂപ്പിളിൻ്റെ ഇൻഡെക്സിങ് അല്ലെ പൊസിഷനിങ്, പോസിറ്റീവ് ഇൻഡെക്സിങ്, നെഗറ്റീവ് ഇൻഡെക്സിങ്, അതുപോലെ തന്നെ ട്യൂപ്പിളിൻ്റെ മെത്തേഡ്സ്, അതുപോലെ ഐറ്റംസിനെ ആക്സസ് ചെയ്യുന്നത്, റിമൂവ് ചെയ്യുന്നത് എല്ലാം ലിസ്റ്റിലെ പോലെ തന്നെയാണ്. ഒരു വ്യത്യാസവുമില്ല. ലിസ്റ്റിൽ അതെല്ലാം ഞാൻ നല്ലതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതുപോലെ തന്നെ ഒന്ന് ട്യൂപ്പിളിന് ചെയ്ത് നോക്കുക. ലിസ്റ്റ് കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ ഒന്ന് കണ്ടാൽ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും. ഇടയ്ക്കൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ ഓപ്ഷൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം. അപ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അടുത്തതാണ് സെറ്റ്സ്. നമുക്ക് സെറ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. മൈ സെറ്റ് ഇസ് ഈക്വൽ ടു, നമ്മൾ ലിസ്റ്റ് സ്ക്വയർ ബ്രാക്കറ്റാണ് ഉപയോഗിച്ചത്, ട്യൂപ്പിൾ റൗണ്ട് ബ്രാക്കറ്റാണ് ഉപയോഗിച്ചത്, സെറ്റ് കേളി ബ്രാക്കറ്റാണ് ഉപയോഗിക്കുന്നത്. മാത്സിലും നമ്മൾ കേളി ബ്രാക്കറ്റ്സ് തന്നെയല്ലേ യൂസ് ചെയ്യുന്നത്. ഇതിൽ ഞാൻ കുറച്ച് വാല്യൂസ് ആഡ് ചെയ്യുവാണ്. ഇനി നമുക്കിതൊന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. കണ്ടോ, 34, 67, 24, 9, 45, 78. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങളിപ്പോൾ ഒരു കാര്യം നോക്കിയോ, നമ്മൾ കൊടുത്ത ഓർഡറിലല്ല ഇതിൻ്റെ ഔട്ട്പുട്ട് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ റിസൾട്ട് വന്നിരിക്കുന്നത് വേറെ ഏതോ റാൻഡം ഓർഡറിലാണ്. അപ്പോൾ നമുക്ക് പറയാം സെറ്റ് ഓർഡേർഡ് അല്ല, ഇത് അൺഓർഡേർഡ് ആണ്. ഞാൻ ഇനി ഇതിനൊരു ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂ കൊടുക്കുക, 24 ഒന്നുകൂടെ കൊടുക്കുക. ഇനി ഞാൻ ഈ സെറ്റ് ഒന്ന് പ്രിൻ്റ് ചെയ്യുവാണ്. നോക്കാം. 24 കണ്ടോ, ഒരു പ്രാവശ്യമേ വന്നിട്ടുള്ളൂ. നമ്മൾ 2 പ്രാവശ്യം ഇൻപുട്ടിൽ കൊടുത്തെങ്കിലും ഒരു പ്രാവശ്യം മാത്രമേ അത് ഔട്ട്പുട്ടിൽ വന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ അർത്ഥം സെറ്റ് ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് അലോ ചെയ്യത്തില്ല. ലിസ്റ്റ് പോലെ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് സെറ്റിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതല്ല. അപ്പോൾ എന്തിനാണ് നമ്മൾ സെറ്റ് ഉപയോഗിക്കുന്നത്? സെറ്റ് കുറച്ചുകൂടെ ഫാസ്റ്റർ ആയിരിക്കും. സെറ്റിലെ എലമെൻറ്റ്സ് ഓർഡറിലല്ല ഫെച്ച് ചെയ്യുന്നത്, അതൊരു സീക്വൻസ് ഫോളോ ചെയ്യത്തില്ല. റാൻഡമായിട്ടാണ് സെറ്റിലെ എലമെൻറ്റ്സ് കാണിക്കുന്നത്. അതുകൊണ്ട് സെറ്റ് കുറച്ചുകൂടെ ഫാസ്റ്റർ ആയിരിക്കും. നമുക്കിവിടെ സെറ്റിൽ ഏതെങ്കിലും എലമെൻറ്റിനെ ആക്സസ് ചെയ്യാൻ പറ്റുമോ, ഇൻഡെക്സിങ് പറ്റുമോ? ഇങ്ങനെ പറ്റത്തില്ല. കാരണം ഇത് ഓർഡേർഡായിട്ടല്ല ഐറ്റംസിനെ ഫെച്ച് ചെയ്യുന്നത്, റാൻഡമായിട്ടാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഇൻഡെക്സിങ് സാധിക്കുന്നതല്ല. ഇനി നമുക്ക് ഇതിൻ്റെ മെത്തേഡ്സ് ഒന്ന് നോക്കാം. കണ്ടോ, നിങ്ങൾക്ക് കുറേ മെത്തേഡ്സ് ഉണ്ട്. കോപ്പി, പോപ്പ്, റിമൂവ്, ഡിഫറൻസ്, ആഡ്, ഇതെല്ലാം ഉണ്ട്. ഈ മെത്തേഡ്സ് എല്ലാം നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. നമ്മൾ ലിസ്റ്റിലൊക്കെ ഇത് വിശദമായിട്ട് പഠിച്ചിട്ടുണ്ട്. ഞാനിവിടെ 1-2 കാണിച്ചു തരാം. myset.add എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട്. അതെന്ത് ചെയ്യും, നമ്മുടെ സെറ്റിലോട്ട് ഒരു ഐറ്റത്തെ ആഡ് ചെയ്യും. ഞാനിപ്പം 20
5 എന്ന് കൊടുക്കുവാണ്. റൺ ചെയ്യുവാണ്. കണ്ടു 34, 67, 25 കൂടെ വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ വേറൊരു സെറ്റുണ്ട്, മൈ സെറ്റ് 2 എന്ന് പറഞ്ഞിട്ട് ഒരു സെറ്റുണ്ട്. അതിൽ ഞാൻ 2 സ്ട്രിങ്സ് ആഡ് ചെയ്യുക, ബുക്ക്, കാർ. ഇനി അപ്ഡേറ്റ് എന്ന് പറഞ്ഞൊരു മെത്തേഡുണ്ട്. അപ്പം ഫസ്റ്റ് സെറ്റിലേക്ക് വേറൊരു സെറ്റിൻ്റെ ഐറ്റംസിനെ ആഡ് ചെയ്യാൻ വേണ്ടിയാണ് അപ്ഡേറ്റ് മെത്തേഡ്. അപ്പം ഞാൻ ഇവിടെ മൈ സെറ്റ് 2 എന്ന് കൊടുക്കുവാണ്. ഇനി ഞാൻ മൈ സെറ്റിനെ ഒന്ന് പ്രിന്റ് ചെയ്താൽ എന്ത് കിട്ടുമെന്ന് നോക്കാം. റൺ ചെയ്യുവാണ്. കണ്ടോ, ഇതിനകത്ത് ബുക്കും കാറും വന്നു. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഇവിടെ ഇതൊന്നും ഓർഡേർഡ് അല്ലേ, ഏതെങ്കിലുമൊക്കെ പൊസിഷനിലായിരിക്കും വന്ന് കിടക്കുന്നത്. ഇങ്ങനെ കുറേ മെത്തേഡ്സ് ഉണ്ട്. ഇതിൻ്റെ മെയിനായിട്ടുള്ളതെല്ലാം നമ്മൾ ലിസ്റ്റിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെയ്താൽ മതി. നിങ്ങളിത് ഓരോന്നൊന്ന് ചെയ്ത് നോക്കണം. അപ്പം നമ്മൾ എന്തൊക്കെയാണ് ഇതുവരെ പഠിച്ചത്? ലിസ്റ്റിനെ പറ്റി പഠിച്ചു. ലിസ്റ്റിന് പലതരം വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ പറ്റും. ആ വാല്യൂസ് നമുക്ക് ചേഞ്ച് ചെയ്യാം, റിമൂവ് ചെയ്യാം, അപ്ഡേറ്റ് ചെയ്യാം. ലിസ്റ്റ് മ്യൂട്ടബിൾ ആണ്, കാരണം നമുക്ക് ആ ലിസ്റ്റിലെ വാല്യൂസ് ചേഞ്ച് ചെയ്യാം. പിന്നെ നമ്മൾ ട്യൂപ്പിളിനെ കുറിച്ച് പഠിച്ചു. ട്യൂപ്പിളും ലിസ്റ്റ് പോലെ തന്നെയാണ്, പക്ഷേ അത് ഇമ്മ്യൂട്ടബിൾ ആണ്. നമ്മൾ വാല്യൂസ് അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കതിനെ ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതല്ല. പിന്നെ നമ്മൾ സെറ്റിനെ കുറിച്ച് പഠിച്ചു. സെറ്റും ലിസ്റ്റ് പോലെ തന്നെയാണ്, പക്ഷേ സീക്വൻസ് ഫോളോ ചെയ്യത്തില്ല. എലമെൻറ്റ്സ് ഒക്കെ അൺഓർഡേർഡ് ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസും സെറ്റ് സപ്പോർട്ട് ചെയ്യത്തില്ല. നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ലിസ്റ്റും ട്യൂപ്പിളും സെറ്റും ഒന്ന് കമ്പയർ ചെയ്യുവാണ്. ലിസ്റ്റ് നമുക്കറിയാം, നമുക്ക് പല വാല്യൂസ് സ്റ്റോർ ചെയ്യാം, വാല്യൂസ് ചേഞ്ച് ചെയ്യാം, അതുപോലെ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസും പറ്റുന്നതാണ്. ക്ലാസ്സിലെ സ്റ്റുഡൻസ് ലിസ്റ്റ് എടുക്കുവാണെങ്കിൽ നമുക്ക് എല്ലാ സ്റ്റുഡൻസിൻ്റെയും നെയിംസ് സ്റ്റോർ ചെയ്യാം. വേണമെങ്കിൽ നമുക്ക് സ്റ്റുഡൻറ്റിൻ്റെ നെയിം ചേഞ്ച് ചെയ്യാം. 2 സ്റ്റുഡൻസിന് സെയിം നെയിം കാണും, അപ്പം ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസും ചെയ്യാൻ സാധിക്കും. അതാണ് ലിസ്റ്റിൻ്റെ ഉപയോഗം. ഇവിടെ ഞാൻ 2 ആൻ എന്ന നെയിംസ് യൂസ് ചെയ്തിട്ടുണ്ട്. ലിസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് പറ്റും. നമുക്കിപ്പം ഒരു നെയിം വേണമെങ്കിൽ ചേഞ്ച് ചെയ്ത് വേറൊരു നെയിം വേണമെങ്കിലും ആക്കാം. അപ്പം നമുക്കിതൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. കണ്ടോ, ലിസ്റ്റ് ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസും അലോ ചെയ്യും. നമുക്ക് എത്ര വാല്യൂസ് വേണമെങ്കിലും സ്റ്റോർ ചെയ്യാം. അതുപോലെ മ്യൂട്ടബിൾ ആണ്. അപ്പോൾ ലിസ്റ്റ് ഇങ്ങനെയാണ്. ഇനി നമുക്ക് ട്യൂപ്പിൾ നോക്കാം. ട്യൂപ്പിൾ എന്ന് പറഞ്ഞാൽ ലിസ്റ്റ് പോലെ തന്നെയാണ്, പക്ഷേ വാല്യൂസ് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. കുറേ വാല്യൂസ് സ്റ്റോറും ചെയ്യണം, എന്നാൽ വാല്യൂസ് ചേഞ്ച് ചെയ്യാനും പാടില്ല. അങ്ങനെ ഒരു കേസിലാണ് നമ്മൾ ട്യൂപ്പിൾ ഉണ്ടാക്കുന്നത്. നമ്മൾ ജെൻഡർ ട്യൂപ്പിൾ എന്ന് പറഞ്ഞൊരു ട്യൂപ്പിൾ ക്രിയേറ്റ് ചെയ്യുവാണ്. ഈസ് ഈക്വൽ ടു ട്യൂപ്പിൾ റൗണ്ട് ബ്രാക്കറ്റിലാണ് മെയിൽ ഫീമെയിൽ. ഇത് നമ്മൾ ചേഞ്ച് ചെയ്യാൻ പാടില്ല. മെയിലും ഫീമെയിലും നമുക്ക് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് നമ്മൾ ട്യൂപ്പിൾ യൂസ് ചെയ്യുന്നത്. പ്രിൻ്റ് ചെയ്താലും നമുക്ക് മെയിൽ ഫീമെയിൽ കിട്ടും, അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഇനി അടുത്തതാണ് സെറ്റ്. സെറ്റ് എന്ന് പറഞ്ഞാൽ യുണീക്ക് വാല്യൂസ് ആയിരിക്കും, അതിൽ ഡ്യൂപ്ലിക്കേറ്റ് കാണത്തില്ല. അതുകൊണ്ടാണ് യുണീക്ക് കളക്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ ക്ലാസ്സിലെ സബ്ജക്റ്റ് ലിസ്റ്റ് എടുത്താൽ അത് യുണീക്ക് ആയിരിക്കും, അല്ലേ? സബ്ജക്റ്റ് സെറ്റ് ഇസ് ഈക്വൽ ടു കേളി ബ്രേസസ് ആണ് സെറ്റ്. ഹിന്ദി, മാത്സ്. ഒരു സെറ്റ് ഞാൻ സബ്ജക്റ്റ് സെറ്റ് ക്രിയേറ്റ് ചെയ്തു. ഇത് നോക്ക്, ഇത് ഓരോ വാല്യൂവും യുണീക്കാണ്. നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല സബ്ജക്റ്റ് ലിസ്റ്റിൽ. ഇങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് നമ്മൾ സെറ്റ് ഉപയോഗിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലായല്ലോ. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം, ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ വേണ്ടി ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ.